ഇന്നലെ വരെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഞാൻ കൊടുത്തിരുന്ന മാർക്ക് 100 ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കുന്ന മാർക്ക് 110 അത്രയും. ഇങ്ങോട്ട് വർത്താനം ഞാൻ പറയണ്ടല്ലോ, 110. എത്ര അർത്ഥവത്തായിട്ട് അദ്ദേഹം പറഞ്ഞത് നിഷേധിക്കാൻ പറ്റും ആർക്കെങ്കിലും? കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പാക്കരുത് നിർബന്ധ ബുദ്ധിയോട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സംസ്കാരം. ജനങ്ങൾക്ക് കിട്ടേണ്ട കാശാണ് നഷ്ടപ്പെടുന്നത്, മനസ്സിലാക്കണം. ആരോഗ്യവകുപ്പ് മാത്രം മതിയല്ലോ. ആരോഗ്യവകുപ്പിനോട് തന്നെ എത്ര എത്ര 1000 കോടി രൂപ കിട്ടേണ്ട മുഴുവൻ തകർത്ത് വെച്ചിരിക്കുകയല്ലേ. വിദ്യാഭ്യാസം എടുത്ത് പരിശോധിച്ചു. ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി അംഗീകരിക്കാതിരിക്കുന്ന ഏക സ്റ്റേറ്റ് കേരളമാണ്. എന്താ കുഴപ്പം? നമുക്ക് എവിടെ വരുന്നത്? എത്ര കോടി രൂപയുടെ നഷ്ടം വരും നമുക്ക്? നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസ നില ആലോചിച്ചാൽ മതി. തമിഴ്നാട് വളരെ മോശം പറയുന്നത്. പാണ്ഡി അവന് വിവരമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടിയും നമ്മുടെ ഇവിടെ കേരളത്തിൽ BA പാസ്സാകുന്ന ഒരു കുട്ടിയും തമ്മിൽ ഒരുമിച്ച് ഒന്ന് ഇന്റർവ്യൂ നടത്താം. അപ്പം ഉമേഷിന് മനസ്സിലാവും ഏതാ ബെസ്റ്റ് എന്ന്. തമിഴ്നാട് 10ാം ക്ലാസ്സാണ്. അത്ര ഗതികേടാണ് ഈ കേരളം, നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ വേറൊന്നും അങ്ങനെ പറയും ശരിയല്ലേ? ഇവിടെ ആരാധനാലയങ്ങൾ മുഴുവൻ തകർക്കണം. ശബരിമല എന്താ നടക്കുന്നത്? ഒന്ന് ആലോചിച്ചേ. മണ്ഡലകാലം നശിപ്പിച്ചില്ലേ? ഞാൻ MLA ആയിരുന്നപ്പോൾ അവിടെ ഇതുപോലെ ഈ മണ്ഡലകാലവും അതുപോലെ ഉള്ള ഈ കാലങ്ങളിലൊക്കെ ഞാൻ അവിടെ സ്ഥിരമായി ക്യാമ്പ് ചെയ്ത ഒരു MLA ആയിരുന്നു. ഇപ്പൊ ഞാൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകാത്തത്. മനസ്സിലാക്കേണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രിയാണ് യോഗം വിളിക്കുക ശബരിമലയ്ക്ക്. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാരും MLA-മാരും ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒപ്പം നിന്ന് യോഗം ചേരും. എന്നുവെച്ചാൽ അവിടെ വെച്ച് തീരുമാനം എടുക്കും. ഇന്നത് ചെയ്യണം. അത് മുഴുവൻ നടപ്പാക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് പഞ്ചായത്തുകൾക്ക് പണം കൊടുക്കുന്ന ഇടപാടില്ല. അപ്പൊ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പഞ്ചായത്തുകളെ സ്വല്പം കൂടി സാമ്പത്തികമായി ശക്തിപ്പെടുത്തണം. കാരണം ശബരിമലയുടെ പ്രാന്തപ്രദേശം കിടക്കുന്ന ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഈ ജില്ലകളിലുള്ള പഞ്ചായത്തുകൾ ഒരു 7-8 പഞ്ചായത്ത് വരുന്നുള്ളൂ. കാശ് കൊടുക്കും. 30 ലക്ഷം വെച്ച് കൊടുത്തു ഒരു പഞ്ചായത്ത്. അങ്ങനെ എല്ലാ പഞ്ചായത്തുകളും 5 ലക്ഷം 8 ലക്ഷം കൊണ്ട് കൊടുത്ത് ആ വർഷം കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നിപ്പോ എന്നാലേ ആ എരുമേലി പേട്ടകെട്ടാ നാളെ കഴിഞ്ഞ്. എരുമേലിയുടെ പ്രത്യേകത എന്താ? അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ അവിടെ ക്ഷേത്രത്തിൽ കയറി തൊഴുത് നേരെ ബാബരിസ്വാമിയുടെ പള്ളിയിലേക്ക് കയറുന്നത്. അവിടെ കയറി തൊഴുത് നേർച്ച കാഴ്ച സമർപ്പിച്ച് അവിടെ നെയ്ത്തേങ്ങ ഉടച്ച് അവിടെ നിന്ന് റോഡിൽ ഇറങ്ങി പേട്ട കെട്ടി അയ്യപ്പ സന്നിധിയിലേക്ക് പോവുക. ഇത് എത്രയോ ലോകത്തിന് മുമ്പിൽ കാണിക്കാവുന്ന മതേതരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമല്ലേ ഇത്? ഇത്രയും വലിയ ലോകത്ത് അവിടെ ഉണ്ട് ഇത്. പക്ഷേ അതും പിണറായിക്ക് ഇഷ്ടമില്ല. ഇതൊന്നും നടക്കാൻ അയാൾ സമ്മതമല്ല. മണ്ഡലകാലം മുഴുവൻ തകർത്തു. ഇനി അടുത്ത സീസൺ തുടങ്ങി. ഇപ്പൊ 30-ാം തീയതി അതും തകർക്കും. ഒരു അറേഞ്ച്മെന്റും ചെയ്തിട്ടില്ല. നാളെ എരുമയിൽ പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞു. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച്. ഇതിങ്ങനെ പോയാൽ അവിടെ പോയി നിൽക്കും. അത് മാത്രമാണ്, ഏത് ദേവാലയത്തിന്റെയും ദൈവത്തിന്റെയും കാര്യം വന്നാൽ ഇയാൾ ചാഴി ഇറങ്ങുക. മുഖ്യമന്ത്രി അയാൾക്ക് നശിപ്പിക്കണം. ഈയിടെ കണ്ടില്ലേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ ഊളനായ ഒരു മന്ത്രിയെ കൊണ്ടുപോയി സജി ചെറിയാൻ. അവന്റെ വായി നിവരുന്ന നാക്കേ നിവരുന്ന എന്തെല്ലാം ഊളത്തോടെ. അവനൊരു മന്ത്രിയാണ്. അവൻ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി. അതാ എനിക്ക് ഉമേഷ് ചിന്തിക്കാൻ പറ്റുകയല്ലോ. സാംസ്കാരിക വകുപ്പ് ചില വാക്കുകളൊക്കെ പിൻവലിച്ചു ശ്രീ BC. പേടിച്ചാണ് ഇല്ല. ഉമേഷ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിൻവലിച്ചെന്ന് പറഞ്ഞ ഏതാ? അയാൾ പിൻവലിച്ച് വീഞ്ഞ് പിന്നെ പിൻവലിച്ചതാ. 3 വാക്ക് അങ്ങനെ പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഉമേഷിനോട്. ഇയാള് പ്രസംഗിക്കുക, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വായുകൂടെ. അതെ, ഞാൻ കേട്ടോ. അത് ഞാൻ പറയും. ഇന്ന് പ്രസ്താവന കൊടുത്തു രോമാഞ്ചം ഇന്നലെ. അതായത് ഈ സജിയെ ചെറിയ പ്രസംഗിക്കണം, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെപ്പോലെ വായിലൂടെ മൂക്കിലൂടെയാണ്. മൂക്കിലോ ചോറ് കഴിക്കുന്നു കഴിഞ്ഞാൽ അപ്പം വേറെ നാട്ടുകാരെ ഇതിനെ മണ്ടത്തിൽ പറയുന്നത് സജി പറയുന്ന മര്യാദയാണ്. മൂക്കിലൂടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ ആള് പിറ്റേ ദിവസം ഞാൻ വായും മൂക്കും പിൻവലിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എലിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഉമേഷ്. മൂക്കും ഞാൻ പിൻവലിച്ചെന്ന്. അപ്പൊ രണ്ടും പോയി. പിന്നെ എതിലേ പോകും? ആ എതിലെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇത് കൂടുതൽ അതിന് മറുപടി പറയുന്നില്ല അയാളോട്. വേറെ വൃത്തികെട്ടവൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാം. ഈലൊക്കെ മന്ത്രി എന്താ ഉദ്ദേശം എന്നറിയോ ഉമേഷ്? പഠിച്ചു. നമ്മുടെ പിണറായി വിജയന് പറയാൻ മേലാത്ത ഊളത്തിനും പറയിക്കാൻ പറ്റിയ ഈ നങ്കൂറുകളെ കൊണ്ടു കിടക്കുക. അല്ലൊരു നങ്കൂരമാണ് ഇത്. എന്തൊരു കഷ്ടകാലം എന്നാലും ചെയ്യും. പിതാക്കന്മാരെ പറ്റി പറയുന്നത്
ഞാൻ പിതാക്കന്മാരെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, അച്ഛന്മാരെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വഴക്കുണ്ടാക്കാൻ ഒരു വിരോധവും എനിക്കില്ല. പക്ഷേ ഞാൻ ഏറ്റവും മോശം ഭാഷ ഉപയോഗിക്കുന്നിടത്ത് എനിക്കറിയാം. പക്ഷെ ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കൂ. ഇതുപോലുള്ളവർ ഉപയോഗിക്കുന്നത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ?